ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഇവിടെയാണ് പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യം. ദൈവ തിരുമനസ്സറിയാൻ ഈശോ ചെയ്തത് പ്രാർത്ഥന എന്ന ഒരു കാര്യത്തിലൂടെ മാത്രം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകണം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണം. എന്നാലേ ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വീണ് കിട്ടും. എന്നാലേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഭൂമിയിലാകണം. ദൈവത്തിൻ്റെ മനസ്സ് ഭൂമിയിൽ വരണമെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ഭൂമിയിൽ ചെയ്യണം. ഈശോ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞു, അത് പ്രവർത്തിച്ചു. നിരന്തരമായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് ഈശോ ഈ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞത്, ഇഷ്ടമറിഞ്ഞത്. എന്നിട്ടാണ് ഈശോ ഭൂമിയിൽ പ്രവർത്തിച്ചത്. മത്തായി സുവിശേഷം 17:1 തിരുവചനത്തിൽ ഈശോയുടെ പ്രാർത്ഥന വഴി ഈശോ രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് അവിടെ പറയുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലൊരു മാറ്റം സംഭവിക്കും. മനസ്സിന്, ഹൃദയത്തിന്, ചിന്തകൾക്ക് എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കും. ഈ മാറ്റം സംഭവിക്കണം. ഈശോയിൽ സംഭവിച്ചതുപോലുള്ളൊരു മാറ്റം നമ്മിൽ സംഭവിക്കാനാണ് ഈശോ ആഗ്രഹിക്കണം. എന്നാലേ ദൈവത്തിൻ്റെ മനസ്സ് ഭൂമിയിലേക്കാവുള്ളൂ. ഈശോ ഈ മനസ്സറിയാൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട്. വിജന സ്ഥലം തിരഞ്ഞെടുക്കുന്നു, ചില വീടുകൾ തിരഞ്ഞെടുക്കുന്നു, മലമുകൾ തിരഞ്ഞെടുക്കുന്നു, സിനഗോഗ് തിരഞ്ഞെടുക്കുന്നു. ഈ ദൈവത്തിൻ്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരാൻ ചില വീടുകളിൽ പ്രവേശിക്കുന്നു ഈശോ, ചില കല്ലറക്കരികെ പോകുന്നു ഈശോ. അതെല്ലാം ദൈവത്തിൻ്റെ മനസ്സ് ഭൂമിയിൽ വരാനാണ്. അതായിരുന്നു ദൈവം വിചാരിച്ചത്. അത് ഈശോയിലൂടെ നടന്നു. പത്രോസിൻ്റെ വീട്ടിൽ പോയി ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 38-ാം വചനത്തിൽ പത്രോസിൻ്റെ വീട്ടിൽ പോയി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പല വീടുകളും സുവിശേഷത്തിൽ വിധവയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നു. പല വീടുകളിൽ പോയിട്ട് വീട് സന്ദർശനത്തിനെക്കുറിച്ചും വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും വീട്ടിൽ ദൈവത്തിൻ്റെ തിരുമനസ് ഭൂമിയിൽ വരുന്നതിനെക്കുറിച്ചും സ്വർഗം പോലെ തന്നെ ആകുന്നതിനെക്കുറിച്ചും ഈശോ പ്രാധാന്യം കാണിക്കുന്നു. ഇനി ഈശോ ജനക്കൂട്ടത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥന വേണം, സമൂഹ പ്രാർത്ഥന വേണം എന്നുള്ളതാണ് ജനക്കൂട്ടത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം. ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്നതോ, നമ്മൾ തനിച്ച് ഈശോയോട് കൂടെ കുറേ സമയം ചെലവഴിക്കണം. അങ്ങനെയാണ് യേശുവിൻ്റെ മനസ്സിലിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതലുള്ള തിരുവചനത്തിൽ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് പ്രാർത്ഥന വഴിയാണ്. ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പോയി. അപ്പോൾ ദൗത്യം ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ നമ്മൾ നമ്മുടെ ദൗത്യം ആരംഭിക്കാൻ തുടങ്ങുന്നത് പ്രാർത്ഥനയോടെ വേണം. എന്നാലേ ആ പ്രവർത്തിയിൽ പ്രാർത്ഥനയുടെ ഫലം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ് അവിടെ ഉണ്ടാവുള്ളൂ. ചിലർ വീടുകളിൽ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ബിസിനസ്സിനോ ജോലിക്കോ മറ്റെന്ത് കാര്യത്തിനോ സ്കൂളിൽ പോകുന്നതോ എഴുന്നേറ്റ് അങ്ങനെ തന്നെ അങ്ങ് പോയേക്കും. പ്രാർത്ഥനയില്ല, ദേവാലയവുമില്ല, വചനവുമില്ല. അത് ദൈവത്തിൻ്റെ മനസ്സറിയില്ല. അന്ന് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ തലതിരിഞ്ഞായിരിക്കും എന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പള്ളിയിൽ പോകാതെ പ്രാർത്ഥിക്കാതെ ചെയ്തതൊക്കെ തലതിരിഞ്ഞു പോയി സിസ്റ്ററെന്ന്. ശരിയാ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞില്ല. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞാലാണ് അതിനൊരു ചിട്ടയും ക്രമവും ഒരു കൃത്യതയും വ്യക്തതയും ഒക്കെ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ടുണ്ടാകും.
മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വീണ്ടും 14-ാം അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ യേശു ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ സഹനവേളകളിലും പ്രാർത്ഥിക്കണം. സഹനത്തിൻ്റെ നടുവിൽ നിന്നിട്ട് ദൈവത്തെ വിളിക്കുമ്പോൾ ആ സഹനത്തെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ മനസ്സറിയാൻ പറ്റും. ഈ ദിവസങ്ങളിൽ 3 മക്കളും നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ ചെല്ലാനിടയായി. 3 ആൺമക്കൾ മരിച്ചുപോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് പള്ളിയോട് ചേർന്ന് തന്നെ, പള്ളിയുടെ ആനവാതിൽ അവരുടെ വീട്ടിലോട്ട് തിരിഞ്ഞായിരിക്കുന്നത്. ശരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ഞാൻ ആ വീട്ടിലോട്ട് ചെല്ലുന്നത്. 3 മക്കളും നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് അവർ. വേദനയുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ 4 അടി എടുത്ത് വെക്കണ്ട പള്ളിയിലെ അടുത്തോട്ട് വരാൻ. ഒരപ്പനും അമ്മയും ആ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ ഇതുപോലെ വേദനിച്ച ഈശോ ഈ അൾത്താരയിൽ വരുന്നുണ്ടായിരുന്നു, ഒന്ന് വന്ന് കാണാമായിരുന്നില്ലേ? ആ വേദനിച്ച ഈശോയോട് ചേർത്ത് നിങ്ങളുടെ വേദന വയ്ക്കുമ്പോൾ വേദന എടുക്കാനുള്ള ശക്തി കിട്ടും. ഇത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളായിട്ടും വേദനയിൽ നിന്ന് ഇവർ വിമുക്തമായിട്ടില്ല. പെട്ടെന്നാകുന്നതല്ല എങ്കിൽ പോലും ഒട്ടും തന്നെ കരച്ചിൽ അവസാനിച്ചിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്താണ് ആ വേദനയിലൂടെ, ആ സങ്കടത്തിലൂടെ, ആ മരണത്തിലൂടെ ദൈവം എന്താണ് ഞങ്ങളോട് പറയുന്നത്, ഈ ഭൂമിയിൽ എന്താണ് അതുമൂലം വേണ്ടതെന്ന് ഇവർ അന്വേഷിക്കുന്നില്ല. മക്കൾ മരിച്ചു, മരണത്തിലിരിക്കുക. മരിച്ച മക്കളോടൊപ്പം ഇവർ മാനസികമായി മരിച്ചിരിക്കുക. ദൈവം അതല്ല ആഗ്രഹിക്കണേ. ഒരു മരണത്തിലൂടെ, ഒരു സഹനത്തിലൂടെ, വേദനയിലൂടെ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദുഃഖത്തിലൂടെയൊക്കെ ദൈവം മനസ്സാകുന്നൊരു കാര്യമുണ്ട്. ആ ദുഃഖത്തിലും മരണത്തിൽ രക്ഷ, അല്ലെങ്കിൽ അനേകർക്ക് രക്ഷ, അനേകർക്ക് സന്തോഷം, അനേകർക്ക് ഈ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിമുക്തി നേടാനുള്ള കൃപ. ഇതറിയണമെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലണം, പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് വലിയ സഹനം എടുക്കാനുള്ളത്, മരണം എടുക്കാനുള്ളത് ഈശോ പ്രാർത്ഥിച്ച് കണ്ടെത്തുന്നത്, ശക്തി സംഭരിക്കുന്നത് ഗെത്സമനയിലെ പ്രാർത്ഥന വഴിയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 41 മുതലുള്ള തിരുവചനം, ഈശോ ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് പ്രാർത്ഥിക്കുന്നു. ശിഷ്യരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മാറി നിന്ന് പ്രാർത്ഥിക്കുന്നത്. ജനക്കൂട്ടത്തിൽ നിന്നും ഒച്ചപ്പാടുകളിൽ നിന്നും കുറച്ച് മാറിയിരുന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സറിയാൻ, അതിവിടെ സംജാതമാകാൻ. ഇവിടെ നമ്മൾ തനിച്ച് കുറച്ച് നേരം ഈശോയുടെ അടുത്തിരിക്കണം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സറിയാൻ, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് മനസ്സറിയാൻ. ഞാൻ തെരുവിലേക്ക് ഭിക്ഷാടക യാചകരുടെ ഗ്രൂപ്പ് എടുത്ത് ജോലി ചെയ്യുന്നത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. സത്യത്തിൽ തെരുവിലെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെടുക്കണം, എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലാതെ ഞാനിങ്ങനെ ദിവസങ്ങളോളം ചിലവഴിച്ചപ്പോൾ എന്ത് ചെയ്യണം, ഏത് ഗ്രൂപ്പ് എടുക്കണം ഒന്നും അറിയില്ല. ഞാനപ്പോൾ നിത്യാരാധനയിൽ പോയിരുന്നു, ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹൈക്കോർട്ടിൻ്റെ അടുത്തുള്ള നിത്യാരാധനയിൽ പോയിരിക്കും, വല്ലാർപാടം പള്ളിയിലെ നിത്യാരാധനയിൽ പോയിരിക്കും. അങ്ങനെ വല്ലാർപാടം പള്ളിയിൽ നിത്യാരാധനയിൽ പോയിരിക്കുമ്പോഴാണ് ഇങ്ങനെ കാല് കെട്ടിയ, അല്ലെങ്കിൽ കൈ കെട്ടിയ, അല്ലെങ്കിൽ കുഷ്ഠരോഗം വന്നിട്ട് കാലിൻ്റെ ഒക്കെ വിരലുകൾ, കൈയുടെയൊക്കെ വിരലൊക്കെ പോയ അങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നതെന്ന്. വീണ്ടും ഞാൻ ഇതുപോലെ മനസ്സിലാകാത്തത് കൊണ്ട് മനസ്സിലാകാൻ വേണ്ടി പോയിരുന്നു പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ദിവസം ഓർമ്മിക്കുന്നു, കാല് രണ്ടും കുഷ്ഠരോഗം വന്ന് വിരലുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഞാനിങ്ങനെ കാണുക. ക്ഷീണിച്ച ഒരു വല്യപ്പൻ ഇങ്ങനെ റോഡരികിൽ ഇരിക്കുന്നത് കാണുക പ്രാർത്ഥിക്കുമ്പോൾ. ഞാനന്ന് ബസ് കയറി ചെന്നിറങ്ങുന്നത് ഈ ഇരിക്കുന്ന വല്യപ്പൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്കാണ് ബസ് ഇറങ്ങുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട അതേ വ്യക്തി. അങ്ങനെ പല ദിവസം ആകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എടുക്കേണ്ട ഗ്രൂപ്പ് വ്യക്തികൾ ഇതാണെന്ന്. അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലായെങ്കിൽ ഞാനൊരു പക്ഷെ വേറെ എല്ലാവരും എടുത്ത പോലെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിനെ ഞാനും തിരഞ്ഞെടുത്തേനെ. അപ്പോൾ എനിക്ക് തെറ്റുപറ്റും. ദൈവത്തിൻ്റെ മനസ്സല്ലാതെ, ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യമല്ല.
അതുകൊണ്ട് ഇന്നെനിക്ക് ആ ജോലി ചെയ്യുമ്പോൾ വളരെ ആത്മസംതൃപ്തിയുണ്ട്. തെരുവിലിരിക്കുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴും മഴ നനയുമ്പോഴും വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും എനിക്ക് വല്ലാത്ത ഒരു ആത്മസംതൃപ്തി. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ. അത് തിന്നിട്ടോ സുഖിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ഒന്നുമല്ല. ഒരുപക്ഷെ ശരീരത്തിന് വേണ്ടതൊന്നും ഉണ്ടാകില്ല, പക്ഷേ ആത്മാവിന് വേണ്ട കാര്യം സന്തോഷമാണ്. അത് ദൈവം തരുന്നുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനായിട്ട് ഓരോ കുടുംബത്തിലും കുടുംബപരമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം വ്യക്തിപരമായിട്ട് ഈശോയുടെ അടുത്തിരിക്കണം. ഓരോ അമ്മയും ഈശോയുടെ അടുത്തിരിക്കണം കുറച്ച് നേരം. ഓരോ അപ്പനും കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഈശോയുടെ അടുത്തിരിക്കണം. എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം? ഓരോ മക്കളും ഇരിക്കണം. എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നടക്കില്ല. ദൈവ തിരുമനസ് ആരും അറിയില്ല, അറിയാതെ പോവും. ദൈവത്തിൻ്റെ മനസ്സറിയണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പോൾ ഓരോ അപ്പനും ഓരോ അമ്മയും ഓരോ മക്കളും കുടുംബത്തിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞിട്ട് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റാനുള്ള ശക്തി ഒന്നിച്ചു കിട്ടും. പിന്നെ പോകുന്ന വഴികളിൽ ദൈവ തിരുമനസ് നിറവേറ്റാം. അപ്പോഴേ ദൈവം മഹത്വപ്പെടുള്ളൂ. ഇന്ന് നമ്മിലൂടെ പലരിലൂടെയും ദൈവം മഹത്വപ്പെടുന്നില്ല, കാരണം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നിറവേറ്റാത്തത് കൊണ്ട്. അപ്പോൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ, മരണങ്ങൾ, രോഗങ്ങൾ, സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തി കിട്ടുന്നത് വ്യക്തിപരമായി ഈശോയെ കണ്ടുമുട്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ. ഈശോ അനേകർക്ക് രോഗശാന്തി കൊടുക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 29 മുതലുള്ള തിരുവചനത്തിൽ അനേകർക്ക് രോഗശാന്തി കൊടുക്കുമ്പോൾ ഇതിനുള്ള ശക്തി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പിതാവിനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്. എത്ര കൊടുത്തിട്ടും എത്ര പ്രവർത്തിച്ചിട്ടും ഈശോ തളരുന്നില്ല. കാരണം തളർന്നു കഴിയുമ്പോൾ ഈശോ വിജന സ്ഥലത്തോട്ട് പോകുന്നു, തനിച്ച് പ്രാർത്ഥിക്കുന്നു, ശക്തി കൊടുക്കുന്നു. യേശു പത്രോസിൻ്റെ വീട്ടിൽ സക്കീവസിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, രക്ഷ കൊടുക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു, സമാധാനം കൊടുക്കുന്നു. ഓരോ വീട്ടിലും ഈശോ കടന്നു ചെന്നപ്പോൾ അവിടെ എന്താണ് ആവശ്യം അതാണ് കൊടുത്തത്. നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ അവിടെ എന്താണോ ആവശ്യം അതാണ് കൊടുക്കേണ്ടത്. മാനസാന്തരം ആവശ്യമുള്ളവർക്ക് മാനസാന്തരം ദൈവം കൊടുക്കും. ദൈവത്തിൻ്റെ യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ സക്കീവസിന് മാനസാന്തരം ഉണ്ടായി. ആ മാനസാന്തരത്തിലൂടെ സക്കീവസിൻ്റെ വീട് കുടുംബ രക്ഷയിലേക്ക് വന്നു. അപ്പോൾ ചില വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ രക്ഷയാണ് അവിടെ വേണ്ടത്. ആ മാനസാന്തരത്തിലൂടെ അവരോട് അധികം പറയണ്ട, സാന്നിധ്യം മതി, മാനസാന്തരം തന്നെ നടക്കും. രക്ഷ കിട്ടും. കുടുംബസമേതമുള്ള രക്ഷ. ഒരാളുടെ മാനസാന്തരത്തിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടുക. സക്കീവസിൻ്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുക. അപ്പൻ്റെ മാനസാന്തരത്തിലൂടെ, അമ്മയുടെ മാനസാന്തരത്തിലൂടെ, അല്ലെങ്കിൽ മക്കളൊരാളുടെ മാനസാന്തരത്തിലൂടെ ആ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് വരുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷയായി വന്നിരിക്കുന്നു. ഈശോ കൊടുത്ത സമ്മാനം അതാണ്. കാരണം ഈശോയിലുണ്ടായിരുന്നു ആ രക്ഷയെ നിറഞ്ഞ രക്ഷ കൊടുക്കാൻ മാത്രം നിറവുള്ള ശക്തി. ഇതാണ് ശിഷ്യത്വ വിളി, ക്രൈസ്തവ വിളി. എവിടേക്ക് കടന്നു ചെല്ലുന്നോ അവിടെ ദൈവതിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ കൊടുക്കുക. ദൈവത്തിൻ്റെ മനസ്സ് അവിടെ ആയിരിക്കാൻ, നിറവേറാൻ, നിറവേറ്റുക. അപ്പോൾ ഭൂമിയിൽ ദൈവ തിരുമനസ്സറിഞ്ഞ് നിറവേറ്റുന്നു. അപ്പോൾ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയെ ആകണമെങ്കിൽ, സ്വർഗത്തിലെ പോലെ തന്നെ ഓരോ കുടുംബം ആകണമെങ്കിൽ, സ്വർഗത്തിലെ പോലെ തന്നെ ഓരോ വ്യക്തിയും ആകണമെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ഈശോയെ പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല എങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തും. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 33 മുതലുള്ള തിരുവചനം, തൻ്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഭൂമിയിൽ നിറവേറ്റുന്നില്ല എങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തുക. ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ നേടുന്നു. വിരോധാഭാസ ഈശോ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെടുത്തലാണ്. ഈശോ പറയുന്നത് നേടുന്നതിനെ കുറിച്ചാണ്. നഷ്ടപ്പെടുത്തുന്നവൻ നേടുന്നു. നമ്മൾ വിചാരിക്കുന്ന നഷ്ടപ്പെടുത്തിയാൽ നഷ്ടമായി. ഇത് ഈശോ പറയുന്നു, നീ നിൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുമ്പോൾ നീ ദൈവത്തെ നേടുന്നു.
നീ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ, നിൻ്റെ ജീവൻ നേടുമ്പോൾ അത് നഷ്ടമായി, ശാശ്വത നഷ്ടമായി മാറുന്നു. രണ്ടും തമ്മിൽ നമ്മൾ മനസ്സിലാക്കുന്നതും ഈശോ പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അവനെപ്പോലെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ ഈശോയെപ്പോലെ കഴിയുമ്പോഴാണ് നിലനിൽക്കുന്ന നേട്ടത്തിലേക്ക് നമ്മളൊക്കെ വരിക. അപ്പം നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും വഴി ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്നു. അനുഭവം സാക്ഷ്യത്തിലേക്ക് വരുന്നു. ദൈവരാജ്യ പ്രഘോഷണം എന്ന് പറയുന്നത് ഈ ജീവിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഇന്ന് പലപ്പോഴും കുടുംബപരമായ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. ചില വീടുകളിലെ പ്രശ്നവുമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ വീടുകളുമായി ഇടപെടുമ്പോൾ ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന എപ്പോഴാണ്? അപ്പം പലരും മിണ്ടാതിരിക്കും, കുടുംബ പ്രാർത്ഥന ഇല്ല. ചില വീടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന എപ്പോഴാണ്, എത്ര സമയമുണ്ട്? അപ്പോൾ അവർ പറയും ഒരു രഹസ്യം എത്തിക്കും, ജപമാലയുടെ ഒരു രഹസ്യം മാത്രം എത്തിച്ച് കുടുംബ പ്രാർത്ഥന അവസാനിപ്പിക്കും. അപൂർവം ചിലരിൽ നിന്ന് കേൾക്കാനിടയായിട്ടുണ്ട്, 3 പേരുണ്ടെങ്കിൽ 3 നന്മ നിറഞ്ഞ മറിയെ എത്തിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. എങ്ങനെയാ കുടുംബം ദൈവത്തിൻ്റെ മനസ്സറിയും? എങ്ങനെയാ കുടുംബം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും? അങ്ങനെയുള്ള കുടുംബങ്ങളിലെ മക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വ്യക്തിപരമായി ദൈവത്തിൻ്റെ ഹിതം അറിയാൻ, അന്വേഷിക്കാൻ, ഇരുന്ന് കൊടുക്കാൻ സമയം കണ്ടെത്തുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും അല്ലെങ്കിൽ പല വ്യക്തികളിലും തീർത്താ പ്രശ്നങ്ങളുമായിട്ട് അങ്ങേയറ്റമായി കഴിയുമ്പോൾ 4 പാട് ഓടി നടക്കും. ദൈവം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കൂടെ, നമ്മോടൊപ്പം വചനത്തിലൂടെ സംസാരിക്കുന്നവനാണ്. കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം അവിടെ ഉണ്ട്. 2 3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചോദിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും, ദൈവം സംസാരിക്കും. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവ തിരുമനസ്സ് എൻ്റെ മനസ്സിനോട് ചേർക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന ഫലവത്താണ്. എൻ്റെ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും ദൈവ തിരുമനസ്സ് നിറവേറില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയമില്ലാത്ത, സീരിയലിൻ്റെ പുറകെ അല്ലെങ്കിൽ മക്കളുടേതായ ചാനലുകളുടെ പുറകെ ഒക്കെ ഇന്ന് സമയം ചെലവഴിക്കാൻ ഒരു മടിയില്ല പലർക്കും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പ്രായമായ അമ്മച്ചിയാണ്. കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുക, അമ്മാമ്മയ്ക്ക് സീരിയൽ കാണണം ആ നേരത്ത്, അതുകൊണ്ട് ആ സമയത്തല്ല പ്രാർത്ഥന. പ്രായം ചെന്ന അമ്മാമ്മയ്ക്ക് സീരിയൽ കാണേണ്ട സമയം സന്ധ്യാപ്രാർത്ഥനയുടെ സമയം. എങ്ങനെ ആ കുടുംബത്തെ അമ്മാമ്മ മാതൃകയായി മാറും മക്കൾക്ക്? സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എങ്ങനെ സ്വപ്നങ്ങൾ വിരിയും? ദൈവത്തിൻ്റെ സ്വപ്നം വിരിയേണ്ട കുടുംബത്തെ സീരിയലിൻ്റെ സ്വപ്നം വിരിയുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നം വിരിയേണ്ട കുടുംബങ്ങളിൽ സിനിമയുടെ സ്വപ്നങ്ങൾ വിരിയുന്നത്, അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വപ്നങ്ങളാണ് വിരിയുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നം വിരിയണം. എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹത്തിലും ദൈവ തിരുമനസ്സ് നിറവേറ്റാനുള്ള കൃപ ദൈവത്തോടുള്ള ഒരുമിച്ചുള്ള തഴച്ചുള്ള പ്രാർത്ഥനയിൽ നിന്നവർ. നമ്മൾ പാടാറില്ലേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം എന്നിലും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രവർത്തന മേഖലയിലും നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെയൊക്കെ വിരിയാൻ, വിടരാൻ, നിവർത്തിതമാകാൻ ഈശോ ചെയ്തതുപോലെ തനിച്ചിരുന്നും കുടുംബപരമായും സമൂഹപരമായും പ്രാർത്ഥിച്ച് എല്ലായിടത്തും ദൈവമനസ്സ് നിറവേറ്റുന്ന വ്യക്തികളായി മാറാൻ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.